റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS അതുപോലെ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. 15ാമത് വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ നെതർലാൻഡ്. 15ാമത് വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കളാണ് നെതർലാൻഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് പുല്ലമ്പാറ. 2023 ലോക റേഡിയോ ദിനം ആചരിച്ചത് എപ്പോഴാണ്? ഫെബ്രുവരി 13. 2023 ലോക റേഡിയോ ദിനം ആചരിച്ചത് എപ്പോഴാണ്? ഫെബ്രുവരി 13. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ചിന്നക്കനാൽ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഇടുക്കി. അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ചിന്നക്കനാൽ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഇടുക്കി. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ. വീണപൂവ് വിത്തും വൃക്ഷവും എന്ന കൃതി ആരുടേതാണ്? കെ ജയകുമാർ. വീണപൂവ് വിത്തും വൃക്ഷവും എന്ന കൃതി ആരുടേതാണ്? കെ ജയകുമാർ. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി? ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡ്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ടാണ് തിരുവനന്തപുരം കാസർഗോഡ്. നാറ്റോയിലെ എത്രാമത്തെ അംഗരാജ്യമായിട്ടാണ് ഫിൻലാൻഡ് ചേരുന്നത്? 31. നാറ്റോയിലെ എത്രാമത്തെ അംഗരാജ്യമായിട്ടാണ് ഫിൻലാൻഡ് ചേരുന്നത്? 31. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് പാരീസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോയാണ് കുതിച്ചു ചാടുന്ന ചീറ്റ. 2022 സരസ്വതി സമ്മാനത്തിന് അർഹയായ സൂര്യവംശം എന്ന കൃതി ആരുടേതാണ്? ശിവശങ്കരി. ശിവശങ്കരിയുടേതാണ്
2022 സരസ്വതി സമ്മാനത്തിന് അർഹമായ സൂര്യവംശം എന്ന കൃതി. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് എറണാകുളം ജില്ലയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ? അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? KP രാമനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് KP രാമനുണ്ണി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെ? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്.